നമസ്തേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ 4 വരി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. മായയാൽ നിർമ്മിതമായ വൈവിധ്യങ്ങളുടെ ആത്മീയ ഭൗതിക ലോകം. ഇതാണ് പ്രപഞ്ചത്തെപ്പറ്റി ഹിന്ദു സനാതന സംസ്കാരം പറയുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന മായ, വൈവിധ്യം, ആത്മീയം, ഭൗതികത, ഇവയെപ്പറ്റി വിശദീകരിക്കാം. ആദ്യം മായയെപ്പറ്റി. മായയെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് നാം അല്ലെങ്കിൽ വ്യക്തി എന്ന മായ, മറ്റൊന്ന് ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ മായ. മായയെപ്പറ്റി പറയുമ്പോൾ സാധാരണ ചോദ്യം വരുന്നത്, ഇതെങ്ങനെ മായയാവും? ഇത് നമ്മളെല്ലാം അനുഭവിക്കുന്നതല്ലേ? യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ഓർമ്മയിലും വരാൻ പോകുന്ന കാര്യങ്ങളിലും ചിന്തിച്ചുകൊണ്ടല്ലേ യാത്ര ചെയ്യുന്നത്? പ്രസൻസിൽ അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ആർക്കെങ്കിലും ജീവിക്കാൻ സാധിക്കുമോ? ഒരു നിമിഷമെങ്കിലും അനക്കമില്ലാതെ നമുക്ക് നമ്മൾ നിർത്താൻ പറ്റുമോ? ഒരു പൂർണ്ണ യോഗിയുടെ കാര്യം മാറ്റി നിർത്തുക. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ? ഇനി അഥവാ കണ്ടെത്തിയാലും അവർ ഉണർന്നാൽ അവർക്കും സമയം നിന്നു കൊടുക്കില്ല. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രയാണെന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാവരും പറയും 120 വർഷം വരെ എന്നായിരിക്കും. ഒരു ജീവിയുടെ ആയുസ് എത്രയായാലും 4 ജന്മങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ ജീവിതം എന്നത് ബീജം അണ്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജന്മം. രണ്ടാമത് ജീവിതമെന്നത് ഗർഭപാത്രത്തിലും, ജീവിതത്തിൻ്റെ മരണമെന്നത് പ്രസവിക്കുമ്പോഴും സംഭവിക്കുന്നു. ഈ ഗർഭത്തിൽ ജീവിക്കുന്ന ജീവിതം ഒരു യോഗിക്ക് തുല്യമാണ്. എന്നാൽ ഭൗതികമായി ഗർഭകാലം ഏകദേശം 10 മാസത്തോളം ആണെങ്കിലും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നിമിഷങ്ങളാണ്. ഇനി രണ്ടാമത്തെ ജന്മം. ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് പോകുന്നത് ജന്മവും അകത്തേക്ക് എടുക്കുന്നത് മരണവും. ഇതിനിടയിലുള്ള സമയമാണ് ജീവിതം. ആ ജീവിതത്തിൻ്റെ ദൈർഘ്യം എന്നത് കണക്കാക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗത, അതായത് സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്ററോളം വരും എന്ന് പറയാം. ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഈ ജന്മത്തിൻ്റെ ഒരു ആയുസ്സായിട്ട് കണക്കാക്കാമെങ്കിൽ അതിൻ്റെ ഭൗതിക ദൈർഘ്യം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 3 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെയാണ്. ഇനി മൂന്നാമത്തെ ജന്മം സംഭവിക്കുന്നത് രാവിലെ ഉണരുമ്പോൾ ജന്മവും രാത്രിയിൽ ഉറങ്ങുമ്പോൾ മരണവും സംഭവിക്കുന്നു. ഇതിനിടയിൽ 16ഓളം മണിക്കൂർ നമുക്ക് ജീവിതമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ശ്വാസം എടുക്കുന്നതിനും വിടുന്നതിനും ഇടയിലുള്ള സമയമേ, അല്ലെങ്കിൽ ശ്വാസം വിടുന്നതിനും എടുക്കുന്നതിനും ഇടയിലുള്ള സമയമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഓർമ്മകളിലും വരാൻ പോകുന്ന കാര്യങ്ങളിലും അല്ലാതെ പ്രസൻസിൽ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ നമുക്കാർക്ക് ജീവിക്കാൻ സാധിക്കുകയുമില്ല. ഇനി 4ാമത്തെ ജന്മം എന്ന് പറയുന്നത് ഈ 3 ജന്മങ്ങളും കൂടെ ചേർന്നുള്ള ഒറ്റ ജന്മം. ഈ ജന്മം എന്ന് പറയുന്നത് ഒരു നദിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ ഒഴുകി കടലിലേക്ക് പതിക്കുന്നത് പോലെ ജീവിതം എന്നുള്ളത് ഒരു ലഹരി എന്ന മായ പോലെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പ്രപഞ്ചത്തിൻ്റെ മായയെപ്പറ്റി അടുത്തത് പറയാം. നേരത്തെ വ്യക്തിയുടെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ കാണുന്ന പ്രപഞ്ചം ഇല്ലാത്തതാണ്, ഉണ്ട് എന്ന് തോന്നുന്നത് ഞാൻ എന്ന ഓരോരുത്തർക്കുമാണ്. ഈ ശരീരത്തിൽ നിന്നും ഞാൻ ഇല്ലാതായാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മരണം സംഭവിച്ചാൽ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ പറ്റുമോ? നമ്മൾ പറയും, ഞാൻ അനുഭവിക്കുന്നില്ലെങ്കിലും എൻ്റെ തലമുറ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ മാത്രമല്ല ഈ ഭൂമിയും സൂര്യനും ഉൾപ്പെടെ ഇതെല്ലാം ഇല്ലാതാകുമെന്ന്. അപ്പോൾ ശൂന്യത എന്ന പ്രകൃതി പോലും ഇല്ലാതാകുന്നു. പിന്നെ ഉള്ളത് എന്താണ്? ഞാൻ എന്ന ഏകബോധമാണ്. ഞാൻ എന്നതിൻ്റെ തന്നെ വിവിധ രൂപങ്ങളും വിവിധ ഭാവങ്ങളുമാണ് ഈ കാണുന്നതെല്ലാം. ഇനി ഇടയ്ക്കൊന്ന് പറയട്ടെ, ബോധം എന്ന വിഷയത്തെപ്പറ്റി ധാരാളം വിവരിക്കേണ്ടതുണ്ട്. അത് മറ്റൊരു ഭാഗത്തിൽ പറയാം. ഇനി പ്രപഞ്ചത്തിൻ്റെ മായയെ പറ്റി മനസ്സിലാക്കുന്നതിന് ആദ്യം ഒരു ഉദാഹരണം പറയാം. എല്ലാവരും ഉറക്കത്തിൽ സ്വപ്നം കാണുമല്ലോ. ആ കാണുന്ന സ്വപ്നത്തിൽ
ഒരു പ്രപഞ്ചം, അതായത് ഒരു പ്രകൃതി ഉണ്ടായിരിക്കും. പ്രപഞ്ചത്തിൽ കാണുന്നത് എന്തൊക്കെയാണ്? അതെല്ലാം സ്വപ്നത്തിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വപ്നത്തിൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലും ഒരു കുഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ ഞെട്ടി ഉണരില്ലേ? എന്തുകൊണ്ട്? പ്രതിരോധിക്കാൻ സാധിക്കാത്തതിന് കാരണം സ്വപ്നം കാണുന്ന വ്യക്തി ഒരു കുഞ്ഞിന് സമാനമാണ്. അപ്പോൾ ജന്മമെടുത്തിട്ടേ ഉള്ളൂ. പ്രതിരോധിക്കാനുള്ള ബുദ്ധി വളർച്ച ആ കുഞ്ഞിനായിട്ടില്ല. അതിനൊരു ഭൗതിക ഉദാഹരണം, പ്രസവിച്ച് ഒരു ദിവസമായ കുഞ്ഞിനെ ആരെങ്കിലും കൊല്ലാൻ നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവി കടിക്കുകയോ ചെയ്താൽ കരയുകയല്ലാതെ കൈകാലുകൾ കൊണ്ടൊന്നും ആ കുഞ്ഞിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല. കാരണം പ്രതിരോധിക്കാനുള്ള ബുദ്ധി വളർച്ച കുഞ്ഞിനായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാനും അറിയില്ല. അതുപോലെ തന്നെയാണ് സ്വപ്നത്തിൽ സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം, ഞെട്ടി ഉണർന്നു കഴിയുമ്പോൾ ആ കണ്ട പ്രകൃതി എവിടെ പോയി? കൂടെ ഉണ്ടായിരുന്നവർ എവിടെ പോയി? സ്വപ്നമായതുകൊണ്ട് മാഞ്ഞുപോയി. മനസ്സ് സൃഷ്ടിച്ച ഒരു മായാലോകമായിരുന്നു അത്. സ്വപ്നം കാണുന്ന സമയത്ത്, ആ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും സുഖദുഃഖങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അത് മരണമാണെങ്കിൽ ഞെട്ടി ഉണരും. അതുപോലെ തന്നെയാണ് ഈ ജീവിതവും. ഇനി ഒന്ന് പറയട്ടെ, ഈ മായയെപ്പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായി കാണും. കാരണം മരണശേഷം ഉള്ള ആത്മാവിനെപ്പറ്റി, സ്വർഗത്തെപ്പറ്റി, നരകത്തെപ്പറ്റി ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ചോദ്യങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്ത രീതിയിൽ ഞാനത് പിന്നീട് വിശദീകരിക്കാം. അതിനു മുൻപായി പ്രപഞ്ച സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ബാക്കി പറയാനുള്ള വൈവിധ്യങ്ങളും ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളുടെ വിവരണം അടുത്ത ഭാഗത്തിൽ പറയാം. നമസ്തേ.